കോർത്തല ശിവയുടെ സംവിധാനത്തിൽ ജൂനിയർ NTR ടൈറ്റിൽ റോളിൽ വരുന്ന ഒരു മാസ് മസാല ആക്ഷൻ മൂവിയാണ് ദേവര പാർട്ട് 1. സിനിമയിലെ വില്ലൻ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബോളിവുഡ് ആക്ടർ സെയ്ഫ് അലി ഖാൻ ആണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുന്നേ സിനിമയുടെ ബേസ് സ്റ്റോറി എന്താണെന്ന് നമുക്ക് നോക്കാം. സിനിമ തുടങ്ങുന്നത് പ്രകാശ് രാജിന്റെ ഫ്ലാഷ് ബാക്ക് നരേഷനിൽ നിന്നാണ്. ചെങ്കടലും അതിനടുത്തുള്ള ഗ്രാമങ്ങളിലാണ് കഥ നടക്കുന്നത്. ജൂനിയർ NTR അവതരിപ്പിക്കുന്ന ദേവര എന്ന ക്യാരക്ടർ ഒരു ഗ്രാമത്തിലെ തലവനും പിന്നെ സെയ്ഫ് അലി ഖാൻ അവതരിപ്പിക്കുന്ന ഭൈരവ എന്ന ക്യാരക്ടർ മറ്റൊരു ഗ്രാമത്തിലെ തലവനുമാണ്. ദേവരയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ. ദേവരയും ഭൈരവയും പിന്നെ ഇവരുടെ ഗ്യാങ് മെമ്പേഴ്സിന്റെ പ്രധാന പണി ഒരു പൊളിറ്റീഷ്യന് വേണ്ടി കള്ളക്കടത്ത് ചെയ്ത് കൊടുക്കലാണ്. അങ്ങനെ ഒരിക്കൽ ഇവർ കള്ളക്കടത്ത് കഴിഞ്ഞ് വരുമ്പോൾ നരയൻ അവതരിപ്പിക്കുന്ന കോസ്റ്റൽ ഗാർഡ് ഓഫീസർ ഇവരെ പിടിക്കുന്നു. എന്നിട്ട് ഇവരെ ഉപദേശിക്കുകയാണ്. ഉപദേശം കേട്ട ദേവര നന്നാവും, പക്ഷേ ബാക്കി ആരും നന്നാവില്ല. അങ്ങനെ ദേവര ഒരു ശാസനം വെക്കുകയാണ്. എല്ലാവരും ഇനി കള്ളക്കടത്ത് നിർത്തി മര്യാദയ്ക്ക് മീൻ പിടിച്ച് ജീവിച്ചോണം, അല്ലെങ്കിൽ ദേവര കോപിക്കും. പിന്നീട് കഥയിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു ടെംപ്ലേറ്റ് മാസ് മസാല സിനിമയിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സിനിമയുടെ കഥ നിങ്ങൾ കേട്ടതുപോലെ ഒരു 20 കൊല്ലം മുന്നേ ഉള്ള ഹിറ്റ് സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല തന്നെയാണ് ഈ സിനിമയിലും ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ എക്സിക്യൂഷൻ പാളിപ്പോയി. സിനിമയുടെ സ്ക്രീൻ പ്ലേ വാസ് ഓക്കെ, പക്ഷേ 3 മണിക്കൂർ ഡ്യൂറേഷൻ എന്നത് അല്പം കൂടിപ്പോയി. സിനിമയിലെ മിക്ക ഡയലോഗ്സും എല്ലാം ക്രിഞ്ച് ഫെസ്റ്റ് നൽകുന്ന ഫീൽ ആയിരുന്നു. എസ്പെഷ്യലി ചില ഇമോഷണൽ സീൻസിലും പിന്നെ ജാൻവി കപൂറിന്റെ ക്യാരക്ടർ ഡെലിവർ ചെയ്യുന്ന ഡയലോഗ്സും വല്ലാത്ത ക്രിഞ്ച് ഫീൽ ആയിരുന്നു നൽകിയത്. ജാൻവി കപൂറിന്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അവർക്ക് ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ടതായി വന്നില്ല. മെഡിമിക് സോപ്പിന്റെ പരസ്യത്തിലേതുപോലെ ഒന്ന് കുളിക്കണം, നായകനെ പൊക്കിയടിക്കണം, നായകന്റെ കൂടെ ഡാൻസ് കളിക്കണം, പോകണം. മലയാളത്തിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയും സുദേവും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ആയിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. സുദേവിന്റെ റോൾ വാസ് ലൈക്ക് ഓക്കെ റോളായിരുന്നു. ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ സിനിമയെ താങ്ങി നിർത്തുന്നത് അനിരുദ്ധിന്റെ BGM-ഉം പാട്ടുകളുമാണ്. സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് കിട്ടാനുള്ള കാരണവും അത് തന്നെയാണ്. നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ VFX ആൻഡ് ആർട്ട് വർക്ക് ഒക്കെ മോശമായി തന്നെ തോന്നി. പ്രത്യേകിച്ച് കടലിൽ നടക്കുന്ന സീക്വൻസ് എല്ലാം ഒരു സെറ്റിലിട്ട് ചെയ്തിരിക്കുന്നത് പോലെയാണെന്ന് എടുത്തു തോന്നിക്കും വിധമാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. മറക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയുടെ ആർട്ട് വർക്ക് ചെയ്ത സാബു സെറിൽ തന്നെയാണ് ഇതിന്റെയും ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് സീക്വൻസസ് എല്ലാം ഒരു ആവറേജ് അനുഭവമായിരുന്നു എനിക്ക് നൽകിയത്. പെർഫോമൻസസിലേക്ക് വരുമ്പോൾ ഒരു തെലുങ്ക് പടത്തിന് വേണ്ട ആക്ടിങ് എല്ലാവരും കാഴ്ചവെച്ചിട്ടുണ്ട്. സെയ്ഫ് അലി ഖാന്റെ പെർഫോമൻസ് നല്ലതായി തോന്നി. അദ്ദേഹത്തിന്റെ ഡബ്ബിംഗ് മാത്രമാണ് അല്പം സിങ്ക് ഔട്ടായി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ 3 മണിക്കൂർ വലിച്ചു നീട്ടിയ ഒരു പഴയ കുപ്പിയിലെ വീര്യം കുറഞ്ഞ വീഞ്ഞാണ് ദേവര പാർട്ട് 1. ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ ഈ ദേവര ചരിതം 2ാം ഭാഗത്തിലേക്കുള്ള ക്ലിഫ് ഹാങ്ങറിലാണ് ചെന്ന് അവസാനിക്കുന്നത്. എന്താകുമോ എന്തോ. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ മൂവീസ് ആൻഡ് ഗെയിമിംഗ് കണ്ടന്റ്സിനായി വാട്സ്ആപ്പ് വീക്കെൻഡ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.